റെഡ് ലൈറ്റ് വെച്ചാൽ റെക്കോർഡിങ്. ഓക്കെ. ഹലോ ഗായ്സ്, നമ്മളിന്ന് വിലിഗിലിയിലേക്കുള്ള യാത്ര പോവുകയാണ്. 6 മാസമായി ഞങ്ങൾ ഈ ദബദു കിടന്ന് കറങ്ങുന്നത്. ഇന്നാണ് ഞങ്ങൾ ഒരു ഐലൻഡ് വിട്ടൊരു ഐലൻഡിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് തിനതു, ഒന്ന് വിലിഗിലി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം പിന്നെ അവിടുത്തെ വ്യൂവും അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് വിലിഗിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ വിലിഗിലിയിലേക്ക് പോവുകയാണ്. കിടക്കുന്ന ആർട്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. 6 മണിക്കെടുക്കും. ഇത് നമ്മുടെ മനൂസ്, ഞങ്ങൾ 2 പേരും കൂടി ചേർന്നാണ് പോകുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ വിലിഗിലി പോവാണ്. എന്താ പ്ലാൻസ് എന്ന് വെച്ചാൽ സന്ദീപിൻ്റെ മെഡിക്കലാണ്. അപ്പോൾ സന്ദീപിൻ്റെ ഇവിടെ വിസ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ കമ്പനിയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് പുതിയ മെഡിക്കൽ എടുക്കാനുള്ള പരിപാടിയാണ്. എന്താണ് ഇതിലൊരു ട്രാവൽ വീഡിയോ എന്ന് വെച്ചൊരു ചോദ്യം ഉണ്ട്. ഞങ്ങളിങ്ങനെ മുമ്പ് ഇതുവരെ ഒരു ട്രാവൽ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ വിലിഗിലി ഞങ്ങൾ പിന്നെ ഇതുവരെ പോയില്ല. ഞങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് തിനതു, ഒന്ന് വിലിഗിലി. അല്ലെങ്കിൽ ഞങ്ങൾ വിലിഗിലി ചൂസ് ചെയ്തത് എന്താ വെച്ചാൽ വിലിഗിലി നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അല്ലേ? വിലിഗിലി ഫസ്റ്റ് ടൈം. പിന്നെ സന്ദീപ് എന്താണ് തുടക്കം പറഞ്ഞതെന്ന് വെച്ചാൽ സന്ദീപിന് ഒരു ട്രയൽ കൊടുത്തതാണ്. കാരണം എന്ന് വെച്ചാൽ സന്ദീപിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഈ അടുത്ത് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു കുക്കിങ്ങിൻ്റെ ചാനൽ. നല്ല കൈപ്പണിയുള്ള മനുഷ്യനാണ്. അപ്പോൾ അവൻ്റെ ഒരു കുക്കിംഗ് ചാനൽ ഈ അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. അത് പോകെ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതോ ആ കാണുന്ന ആർട്ടികളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആർട്ടികൾ അവിടെ റെഡിയാവുന്നു. ഞങ്ങളിത് ഇവിടെ റെഡിയായി. സന്ദീപിനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കിടിലൻ ലുക്കിൽ കാണുന്നത്. ഇവരെന്നെ ചതിച്ചതാണ്. ഞാനും ഷർട്ട് ഇടാന്നുള്ള പ്ലാനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ഷർട്ടൊക്കെ സെറ്റാക്കി ഇട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ തന്നെ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ട് വെക്കുന്നത്. അവസാനം പിന്നെ ഞാനും ബെനിനി തന്നെ കയറി. ഇതാണ് RTL. നമ്മുടെ നാട്ടിലെ KSRTC ഒക്കെ പോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമാണിത്. പരസ്പരം മറ്റ് ദ്വീപുകളെയൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രാമാർഗം കൂടിയാണിത്. കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടൈമിംഗ് ഇവർ വളരെ പഞ്ച്വലാണ്. നമ്മളുടെ ഇപ്പം 5-10 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ലേറ്റ് ആയാൽ പോലും ഈ RTL മിസ്സാവും. ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞങ്ങൾ കയറി. ഞങ്ങൾ മാത്രമേ ദബദൂന്ന് ഉണ്ടായിരുന്നുള്ളൂ വിലിഗിലേക്ക്. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരും ഇതിനുണ്ടായിരുന്നില്ല. സന്ദീപ് വിൻഡോ സീറ്റ് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ കൃത്യം 7:45 ഞങ്ങൾ വിലിഗിലി എത്തി. ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പവറാണ്. കറക്റ്റ് ടൈമിങ് കേട്ടോ. 7:45 സമയം പറഞ്ഞു. കറക്റ്റ് 7:45 അത് ഇവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്തു അല്ലേ സന്ദീപേ? സന്ദീപ് ചീറി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ വിലിഗിലി പൊളിക്കും. ഇതാണ് ജെട്ടി കേട്ടോ, ഫിഷിംഗ് ജെട്ടി. കാര്യങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ പ്രോസസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ബാക്കിയെല്ലാം പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യം വലിയ ഇതാന്നാ പറഞ്ഞത്. ദ്വീപാണെന്നാണ് അറിവ്. നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നൊന്ന് നോക്കാം. കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. നമ്മളുടെ ദബദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 600 മീറ്റർ വരുന്നുള്ളൂ. ഇത് അതിനേക്കാൾ കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ. വി ആർ റീച്ച് ഓൺ വിലിഗിലി. ഇതാ വിലിഗിലി ഗേറ്റ്, മെയിൻ ഗേറ്റ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് നടന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കിടക്കാച്ചി സ്ഥലത്തിന്റെ ഇത് കാണിച്ചു തരാം. ഇതാ വിലിഗിലിന്റെ ഫ്രെയിമില് മോനെ. ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റല്. GA അറ്റോൾ ഹോസ്പിറ്റൽ. ഗാഫു അറ്റോളാന്ന് തോന്നുന്നു അതിൻ്റെ അർത്ഥം. പിന്നെ ഇതാ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിന് ശേഷമുള്ള വിഷ്വൽസ് ഒന്നും ഇവിടുന്ന് ഇടുന്നില്ല അല്ലേ? ബാക്കി അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഹോസ്പിറ്റലിനകത്തുള്ളത്. ഹോസ്പിറ്റലിനകത്ത് എക്സ്റേ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ, സന്ദീപിൻ്റെ എക്സ്റേ എടുക്കാൻ വന്നപ്പോൾ അവിടെ ഒരു മലയാളീനെ കണ്ടിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഒന്ന് ചോദിച്ച് നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. നാട്ടിലെവിടെയാ?
നാട് കോട്ടയം. കോട്ടയം. ആ പേര് രാജേഷ്. രാജേഷ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. Okay. ഞങ്ങള് ഏത് ലാൻഡ് ഡൈവേഴ്സാ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിക്കൽ എടുത്തതിന്റെ എക്സ്പീരിയൻസ്? ഒരു ഫ്രിഞ്ച് നിറച്ച് ബ്ലഡ് കൊടുത്തു. അതിന്റെ ക്ഷീണമുണ്ടോ? ഓ, എന്താ ഓരോ ചായ ആയാലും ജ്യൂസ് നിന്റെ ചെലവാണ്. എന്താ എന്ത് മേടിച്ചു തന്നാലും ഞാൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു. നമ്മളെ കോട്ടയംകാരനാണ്. അതുപോലെ തന്നെ ഒരു തമിഴ് ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. അത് നമ്മുടെ ഇന്ത്യക്കാരിയാണ്. എവിടെ? മറ്റേ കോയമ്പത്തൂർ. പിന്നെ ബ്ലഡ് കൊടുത്തു. ഒരു ഫ്രിഞ്ച് നിറച്ച് ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണോ അവർ പറയാൻ പോകുന്നതെന്ന് ആർക്കും എനിക്കറിയില്ല. പിന്നെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എവിടെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചെല്ലണം. 12 മണിയാകുമ്പോൾ റിസൾട്ട് മേടിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ച് ഇവിടെ നിന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് 12 മണിയാകുമ്പോൾ വരാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയേക്കാണ്. കുറേ കാലത്തിന് ശേഷം നാട്ടിൽ എപ്പോഴും മിക്കവാറും സിനിമ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മുകളിലായി. കുറേ കാലത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു സിനിമ പോസ്റ്റർ കാണുന്നത്. അതും മാൽദീവ്സുകാരുടെ ഇവിടുത്തുകാരുടെ സിനിമയുടെ ഒരു പോസ്റ്ററാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മുടെ നാട്ടിലെ ഒരു തെലുങ്ക് പടത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. റിലീസിംഗ് ഡേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇത് ആഗസ്റ്റ് 30-നാണ്. ഇത് സെപ്റ്റംബർ 5-ാം തീയതി. ഇവിടുത്തെ പടമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് ഇവിടുത്തെ പടങ്ങളാണെന്ന് തോന്നുന്നു. ദിവേഹിയാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഈ രണ്ടും ദിവേഹിയിലാണ് എഴുതി വെച്ചേക്കുന്നത്, മെയിനായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ വിലിഗിലി വന്നതുകൊണ്ട് അതും കാണാൻ പറ്റി. പക്ഷെ ഇവിടെ തിയേറ്റർ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവ് അല്ലേ? പുതിയ അറിവാ. തിയേറ്റർ എവിടെയാണെന്നൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതെ, ഇവിടെ തിയേറ്റർ മാൽദീവ്സിൽ ഉണ്ട് എന്നുള്ളത് തന്നെ പുതിയൊരു അറിവ്. നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് പോസ്റ്റർ പോലും കണ്ടിട്ടില്ല. മൂവി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത് കേട്ടോ. എന്തായാലും ഒരു കൊള്ളാം, അപ്ലാച്ചിയ. ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കാണിച്ചു തരാം. അവിടെ അത് കണ്ടോ, ഇതിൽ എഴുതിയേക്കുന്ന എന്താണ് എഴുതിയേക്കുന്നതെന്ന് കണ്ടോ? ഇന്ത്യ ഔട്ട്. അതായത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് വിലിഗിലി അല്ല, നമ്മളുടെ പൊതുവെ എലക്ഷൻ നടക്കുന്ന സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു ഇന്ത്യക്കാരെ പുറത്താക്കുക, അല്ലെ ഇന്ത്യൻസിനെ വെളിയിൽ വിടുക, അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പിന്നീട് അവർ മാറ്റി, ആ നിലപാടൊക്കെ മാറ്റി. കാരണം മോദിയുടെ ആ ഒരു ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് അല്ലേ സന്ദീപേ, ആ മോദിയുടെ മറ്റേ ലക്ഷദ്വീപിൽ പോയി ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ഇവിടുത്തെ 2 യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് കമൻസ് ഇട്ടതിൻ്റെ പേരിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആ ഒരു ഇന്ത്യ ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ റെഡിയായി. ഇപ്പോൾ ഇന്ത്യക്കാരോട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ ദേവദൂ എന്ന് പറഞ്ഞ ലാൻഡിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അടിപൊളി. പോയാലും ഏത് ലാൻഡിൽ പോയാലും ഇങ്ങനൊരു സാധനം എന്തായാലും കാണും. അവിടെയുള്ള മെയിൻ സാധനങ്ങൾ മിക്കവാറും എല്ലാ ലാൻഡിലുള്ള സാധനമാണ്. ഒന്ന് ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഒരു ജിമ്മ്, പിന്നെ ഒരു ഫുട്ബോൾ ടർഫ്. ഇത്രയും സാധനം എല്ലാ ലാൻഡിലും ഉണ്ട്. നമ്മുടെ ലാൻഡിലും ഉണ്ട് ഒരു ജിമ്മ്, ഒരു ടർഫ്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു സെറ്റപ്പ് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അവിടെ പണി നടക്കുന്നത്. പണി നിർത്തുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനെപ്പറ്റി. അല്ലടാ, കിടക്കാച്ചി ഉദ്ഘാടനത്തിനന്ന് നമ്മൾ കിടക്കാച്ചി ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അതെ, വാക്കിങ്ങിന് പോവാണ്. ഈ ഏരിയ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതെ, ഈ ലാൻഡ് നമ്മൾ കണ്ടിട്ടില്ല. നട്ടപ്പൊരു വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും 10-12 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ ആകെ 10 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സമയമുണ്ട്. ആ നേരം കൊണ്ട് കറങ്ങി കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവിടുന്ന് പോവാം. അതൊന്നും പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറച്ചായി. കാരണം വർക്ക് കാര്യങ്ങളൊന്നും പുറത്തോട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ദേവദൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 6 months ആയിട്ട് നമ്മൾ അവിടെ തന്നെയാണ്, ദേവദൂ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇറങ്ങിയത്. ഇതേ ഒരാൾ വരുന്നുണ്ട്. ഹായ് 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 ഹായ്. നിന്നെ കൊണ്ടുപോകാൻ മാർഗമില്ല കുഞ്ഞി, ഇല്ലെങ്കിൽ കൊണ്ടുപോയാൻ അല്ലേ? നമുക്ക് അവിടെ ഒരെണ്ണമുണ്ട്, ഒരാളുണ്ട് നല്ലൊരു അടിപൊളി. ഇത് മറ്റേ അണ്ണാമലം പൂച്ചാണ്. അയ്യോ, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഇത് ആള് നമ്മളെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ആള് നമ്മളെ കൂടെ തന്നെ വരുന്നുണ്ട്. ടെടറേ സന്ദീപേ, നിന്നെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. കൂടി ഓക്കെ, ഏതെങ്കിലും കട കാണാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം, എന്നിട്ട് പറഞ്ഞുവിടാം. പാവ വിശന്നിട്ടാ തോന്നണ. ഇത് ആള് ഈ പൊരി വെയിലത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതെവിടെ പോന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. സന്ദീപ് ഇതേ കടയിൽ കയറിപ്പോയി. ഞാനിത് ഇവൻ്റെ കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട്. കരയുന്നുണ്ട് സന്ദീപിനെ കാണാത്തോണ്ട്. അവൻ കടയ്ക്കകത്തോട്ട് കയറിപ്പോയി. ഞാനകത്ത് കയറി. ഇതേ
ആള് വെയിറ്റിംഗ് ആണ്. സന്ദീപ് ഒരു ബിസ്ക്കറ്റ് വാങ്ങി. എൻ്റെ അടുത്തോട്ട് വരാനല്ല, നീ കഴിക്കുന്നത് നിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല? അയ്യോ സോറി കേട്ടോ, പറ്റില്ല. അത് കഴിക്കുന്ന ബിസ്ക്കറ്റ്. കിടിലം ബിസ്ക്കറ്റ്. വേറെ ഞങ്ങൾ പോലും മേടിച്ചിരുന്നില്ല. എനിക്ക് വേണ്ടി അതെ, നിനക്ക് വേണ്ടി മേടിച്ചതാ. കൊള്ളാം. ആഹാ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇരിക്കാം കുറച്ചു നേരത്തേക്ക്. എന്തു പറയുന്നു? എന്റെ മോനെ റിച്ച്. എത്രയാ ബിസ്ക്കറ്റ്? ഒരു ബിസ്ക്കറ്റിന് പകരം 3 ബിസ്ക്കറ്റ്. വേറെ എന്ത് വേണം നിനക്ക്? ഇടയ്ക്കിടയ്ക്ക് വിഷമം തിന്നി വിട്ടിരിക്കണം. ഞങ്ങളെ നോക്കി വരരുത്. ഇല്ല കേട്ടോ, ഞങ്ങൾ ഈ ദേശത്തുകാരല്ല, ഈ ഐലൻഡുകാരല്ല. നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ട്? ഞങ്ങൾക്ക് ദിവഹീനത്തി, മലയാളം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. ഓക്കെ, ബൈ ബൈ ഗലാസ്. കൈ കൊടുത്തേ പിരിഞ്ഞേ. ടുട്ടു ഇനി വരരുതേ. ഇതേ ഞങ്ങളുടെ പുറകെ ഇതേ വരുന്നു. പോലീസുകാരനെ ഏൽപ്പിച്ചാലോ? ഇതേ പിന്നെയും വരുന്നു. ഏടി സൂസി വീട്ടിൽ കൂടി. ഞങ്ങൾ ഓടി വന്നു, എന്നിട്ടും നമ്മളെ വിടുന്നില്ല. എന്താ ചെയ്യാ സന്ദീപിനെ? കൂടാ ഒക്കോ. എന്തിനാ ഞങ്ങൾ കൂടെ വരുന്നത്? ശേ, എന്നാ നീ പോ, ഞങ്ങൾ പുറകെ വരാം. ആ തണലത്ത് നിന്ന് അവിടെ ഇരുന്നടാ. എന്റെ തണലത്ത് കയറിയിരിക്കുക, ഞാൻ ഈ വെയിലത്ത് നിൽക്കണ്ടാ. വാ. സന്ദീപ് പതിയെ നടന്നു. ഇവന് ഇവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഞാനേ നടക്കാറുള്ളൂ. ഞാനൊന്ന് പതുക്കെ നടന്നു നോക്കാൻ പോവാണ്. അയ്യോ, കരിയിലെ ചവിട്ടി ഒച്ച വന്നു. പതുക്കെ നടക്കാം. എന്താ പ്രതികരണം നോക്കാതെ. അവിടെ കിടപ്പുണ്ട്. ഓക്കെ. ശരാ, പോണേ. ഇല്ല എണീച്ചോ നോക്കി. ആ ഓക്കെ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് കൈസ. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് വേറെ ബോട്ടിൽ അതിൽ കൊണ്ടുപോകാനുള്ള നിവൃത്തി നമുക്കില്ല. ഞങ്ങളുടെ ലാൻഡിലാണ് ഞങ്ങൾക്കൊരു പൂച്ച ഉണ്ട്. ഓൾറെഡി ഞങ്ങൾ വളർത്തുന്നൊരു പൂച്ചയുണ്ട്. മീൻസ് ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ പൂച്ച നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോൾ 6 മാസമായിട്ട്. അതിനൊരു ദിവസം മീൻ പൊരിച്ചിട്ട് മീൻ വെട്ടുന്ന സമയത്ത് ഒരു മീൻ കഷ്ണം കൊടുത്തതാണ്. പിന്നെ ആ പൂച്ച അവിടുന്ന് പോകുന്നേ ഇല്ല. അവന് ചിലപ്പോ വരാൻ സാധ്യതയുണ്ടോ? ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, ഇത്രയും കാലം വീഡിയോസ് ഇട്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരാൾ നിങ്ങൾ യൂട്യൂബർ ആണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഷോപ്പിലുള്ള ഹിന്ദിക്കാരൻ നമ്മുടെ സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പോൾ ആളിപ്പോ വരും, ആളെ കാണിച്ചു തരാം. ഓക്കെ, ഹായ് പോലും. ओके, नेक्स्ट वीडियो आने के लिए टाइम आपका वीडियो भी आ जाएगा. ठीक है, താങ്ക് യു. മഴ കണ്ടിട്ട് ഇറങ്ങി. നല്ല ചൂടായിരുന്നു. കിടക്കാച്ചി മഴ പെയ്തു കേട്ടോ. കടയിൽ പോവുകയും ചെയ്തു. ഇതേ നമ്മുടെ ബായിന്റെ ഷോപ്പിന്റെ പേര് കാണിച്ചു തരാം. വെറുതെ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തതൊക്കെ തന്നെ. ഇതാ ഹോട്ട് കഫേ. ഈ ഹോസ്പിറ്റൽ അതാണ്. ഹോസ്പിറ്റലിന് തൊട്ടിപ്പുറത്ത് ഇവിടുത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. ആരെങ്കിലൊക്കെ ഈ വഴി വരുവാണെങ്കിൽ ഇവിടെ തീർച്ചയായും വരണം. കുറച്ച് ഐറ്റംസ് ഇവിടെ വേറെ ഉണ്ട്. അതെ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വേണോ സന്ദീപ്? ഐറ്റംസ് ആട്ടോ. ഇതല്ല നമ്മുടെ ഐറ്റംസ്, അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഓക്കെ, നാം നെയ് ബോല. सुमन. कितने का रुपया है? 5 रुपया. रोज पान 5 रुपया. 5 रुपया. Roast 5 रुपया. How much रुपया? How much this 3 rupees, this one 3 rupees, and tuna ball, 3 rupees. Okay. And inside. जबरदस्त बात करते क्या? मेडिकल हाँ, नहीं ഇന്ത്യയിലെങ്കിൽ ഇന്ത്യയിലെങ്കിൽ കേരള കന്യാകുമാരി. ആ ഓക്കെ. ഇന്ത്യ ദേ മഴ പെയ്തു. അതേ സ്ഥലം ഇപ്പൊ കാണിച്ച് ഞങ്ങൾ അകത്ത് പോയി ആ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേനുള്ള കാലാവസ്ഥ കണ്ടോ. ഇതാണ് മാലദ്വീപ്സിന്റെ പ്രത്യേകത. മഴ പെയ്ത് ഇതാ നനവ് മാറിയിട്ടില്ല.
ചെറിയ റോഡൊക്കെ ചെറിയ നനവുണ്ട്. അതിനിപ്പുറേ മുട്ടം പേര്, പക്ഷെ കൊള്ളാം, നല്ല ചൂടും. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു. സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫുണ്ട്, ഇവിടുത്തെ ബീഫാണ്. അതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇങ്ങനെയാണ് കിട്ടും കേട്ടോ, ഓംപ്ലേറ്റ് പ്ലസ് എന്തെങ്കിലും വെജിറ്റബിൾ, ബുൾസൈ പിന്നെ ബീഫ്, പപ്പടം, ഇത്ര കാര്യങ്ങളാണുള്ളത്. സന്ദീപ് റെഡി ആയിരിക്കുന്നത്. വീഡിയോ ഓഫ് ചെയ്താൽ ഉടനെ സ്റ്റാർട്ടാവും. അതുകൂടാതെ ഒരു 2 ജ്യൂസും കൂടി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ജ്യൂസാണ്. അപ്പോൾ കഴിച്ചു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ അഭിപ്രായം പറയാം. കഴിച്ചു നോക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും. ഭക്ഷണം കൊള്ളായിരുന്നു. ഭക്ഷണത്തിൻ്റെ റിവ്യൂ സന്ദീപ് പറയും. ഞാൻ ഇതുവരെ മാൾഡീവ്സ് വന്നിട്ട് 1.5 കൊല്ലമായി. ഇതുവരെ കഴിച്ചത് നല്ല ബെസ്റ്റ് ഫുഡ് ഈ റെസ്റ്റോറൻറ്റ്. അത് ഞാൻ സമ്മതിച്ചു. നല്ല ഫുഡ്, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നല്ല ഫുഡായിരുന്നു. നല്ല ബീഫ്, അതായത് ബംഗ്ലാദേശ് ബീഫ് കറി എന്ന് പറയാം, ഒരു ബീഫ് കറി. പിന്നെ മാൽഡീവ്സിൻ്റെ ഒരു ബീഫ് ഫ്രൈഡ് റൈസ്, പപ്പഡ്, ഒരു ജ്യൂസ്, ഒരു ബോട്ടിൽ വാട്ടർ, എല്ലാം കൂടി കൊള്ളായിരുന്നു. പിന്നെ ഒരു സലാഡ്. ഇഷ്ടപ്പെട്ടു. അതായത് ഈ വന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്. പിന്നെ കഴിച്ച പാറ സർവീസ് രീതിയും എല്ലാം കൊണ്ടും. അതെ, അവർ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ. അത് ഭയങ്കര ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ഇവിടെ സാധാരണ പൊതുവെ മൈൻഡാക്കലേ ഇല്ല നമ്മൾ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഫുഡായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിൽ മീൻസ് വിലികളിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. കാരണം പിന്നെ സ്വാഭാവികമായിട്ട് അറിയാലോ, ഇന്ത്യൻ സ്റ്റൈലൊന്നും നമ്മളിവിടെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കി ദിവഹി മാൽദീവൻ സ്റ്റൈലിലുള്ള ഫുഡായിരിക്കും മാക്സിമം ഇവിടെ ഉണ്ടാവും. അതിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും ഭംഗിയുള്ളതാണ് ഇന്ന് കഴിച്ചത്. വയറൊക്കെ നല്ലോണം നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഞാനും ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ അതെ, വന്നത് മുതലായി. വിലിഗിലി എന്തുകൊണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ. കൃത്യം 4 മണിക്ക് തന്നെ ബോട്ട് വിലിഗിലിൽ നിന്ന് എടുക്കുകയും ചെയ്തു. കൂടാതെ എടുക്കുന്ന സമയത്ത് മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കയറുന്നതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു, ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റിൽ കയറിയിരുന്നു. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങുകയും ചെയ്തു. കാരണം 1 മണിക്കൂറിന് മുകളിൽ ഞങ്ങൾക്ക് ദിവസം എത്താനുള്ള ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങളുടെ വിലിഗിലി ട്രിപ്പ് അവസാനിച്ചു. സദ്യ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല ഉറക്കമായിരുന്നല്ല. അങ്ങനെ വിലിഗിലി ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ദേവദൂത് തിരിച്ചെത്തി. എഗെയിൻ നമ്മുടെ സ്വന്തം ലാൻഡ്. ഈ ലാൻഡിൻ്റെ അത്ര സുഖം വേറെ എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് തങ്കുമൊക്കെ അത് അവിടെ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. തങ്കുവിൻ്റെ ബോട്ട് തിരിച്ചു വന്നത് കയ്യോടെ കാടി കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം അങ്ങോട്ട് പോവാം. അപ്പം ഇത്രയൊക്കെയുള്ളൂ വിലിഗിലി വിശേഷങ്ങൾ. വിലിഗിലി ദ്വീപ് കൊള്ളാം കേട്ടോ, നൈസായിരുന്നു. വലിയ ദ്വീപാണ്, അതാണ് ഒരു വ്യത്യാസം. ഓക്കെ. പിന്നെ പോയത് വറുത്തുണ്ട്. അതെ. അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലൊക്കെ തന്നെയാണ് മറ്റു ദ്വീപുകളൊക്കെ ഇവിടെ ഉള്ളത്. ഏകദേശം എല്ലാം ഒരേപോലൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.